പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ശാന്തിയും സമാധാനമുണ്ടായിരിക്കട്ടെ. ഞാൻ VK ഹംസ, ഊരകം പുല്ലഞ്ചാൽ. പ്രിയപ്പെട്ടവരെ, ഇറാനും ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് ശേഷം ഇസ്രായേലുകൾ സുരക്ഷിതം തേടി പല നാടുകളിലേക്കും ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഒരു 50 വർഷം കൂടി കഴിഞ്ഞതോടുകൂടി അമേരിക്കയിൽ നിന്നും ഇസ്രായേലുകൾ പലായനം ആരംഭിക്കും. കാരണം 80% ന്യൂ ജനറേഷനും അമേരിക്കക്കാരും ഇസ്രായേലുകളെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ടിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും 7%-ഓളമുള്ള ഇസ്രായേലുകളാണ് അമേരിക്കയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ ഒരു ചിലന്തി വലയെപ്പോലെ പിരിഞ്ഞു മുറുക്കി അതിന് നീര് കുടിച്ചു കൊണ്ടിരിക്കുകയാണ് യഹൂദന്മാർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, അഫ്ഗാനിസ്ഥാനും ഈ ഗൾഫ് മേഖലയിൽ നടന്ന സർവ്വ യുദ്ധങ്ങൾക്കും ഓരോരോ അമേരിക്കക്കാരൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ രക്തക്കറക്ക് കാരണക്കാരൻ ഇസ്രായേലുകളാണെന്നാണ് അമേരിക്കക്കാർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, എല്ലാ അമേരിക്കക്കാരും ഒറ്റക്കെട്ടായി നിന്ന് അമേരിക്കയിൽ കുടിയേറിപ്പറത്ത ഈ വൈറസുകളെ അമേരിക്കയിൽ നിന്നും പുറത്തു ചാടിക്കുന്ന ഒരു കാഴ്ച നമുക്കൊരു 50 കൊല്ലത്തിൻ്റെ ഇടയിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അത് ഈ ഇസ്രായേലുകളുടെ DNA കലർന്നതാണ്, അവരുടെ രക്തത്തിൽ കലർന്നതാണ്. ആരാണോ ഇവർക്ക് അഭയം കൊടുത്തത്, ആ അഭയം കൊടുത്തവരെ അങ്ങേയറ്റം ദ്രോഹിക്കുകയും ചുറ്റുഭാഗം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച. അവസാനം ഇവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഇവർ തന്നെ തുരന്ന് ഒരു പാതാളം ഇവർ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്കറിയാം, ഫലസ്തീനിൽ മാറാപ്പുമായി വന്ന ഇവരെ ഊട്ടി ഉറക്കുകയും ചെയ്തവർ ഇന്ന് 6 അടി മണ്ണിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫലസ്തീനിൽ നടക്കുന്ന കാഴ്ച, അതുപോലെ തന്നെ ചുറ്റുഭാഗമുള്ള ഇറാഖ്, സിറിയ, ലെബനോൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ, അവിടുത്തെ ആ രാജ്യങ്ങളെ നശിപ്പിക്കുകയും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ കൊല്ലുകയും ശാസ്ത്രജ്ഞന്മാരെ വകവരുത്തുകയും ചെയ്യുന്നൊരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവരെല്ലാവരും കൂടി ഇസ്രായേലുകളെ പുറത്താക്കുകയാണ്. ഇത് ലോകത്തിൽ ഇവരുടെ ചരിത്രത്തിലുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.